ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ക്ലച്ച് വൈബ്രേഷൻ, അതായത് വണ്ടി ജർക്കിങ് അനുഭവപ്പെടുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്, വണ്ടി പാളി പോകുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്സ്. പിന്നെ ഈ ജർക്കിങ്ങിൻ്റെ പ്രോബ്ലം ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്ത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ, ടയറൊക്കെ വളരെ മോശമായിട്ടുണ്ട്. ബാക്കിലത്തെ മാത്രമല്ല ഫ്രണ്ടിലത്തെ തീരെ മോശമാണ്. ഞാനത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ടയറിൻ്റെ ആ കറക്റ്റ് പൊസിഷൻ അറിയാമെന്ന് പറഞ്ഞാൽ ടയറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ മാർക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ സെൻട്രലിലെ ലൈൻ ഉണ്ടല്ലോ, സെൻട്രലിലെ ലൈനിൽ ഈ വന്ന ലൈനോട് ചേർന്ന് വരുമ്പോൾ ടയർ മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ചില ഭാഗങ്ങളിൽ ആ ലൈൻ തന്നെ മാഞ്ഞൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ടയർ ഫുള്ള് തീർന്ന് നിൽക്കണേ. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലത്തെ ടയറും. അത് ഞാൻ ആ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ കൂടി കാണിച്ചു തരാം. പിന്നെ നമുക്ക് ചെക്ക് ചെയ്ത സമയത്ത് ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമ്മൾ. പിന്നെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ഓയിൽ പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങിൻ്റെ സൈഡിൽ നമുക്കൊരു ഓയിൽ സീൽ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ തീരെ മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ചെറിയൊരു നനവ് പോലെ ആരംഭമാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം കൂടുതലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചെയ്യാം. അതല്ലെങ്കിൽ അടുത്ത സർവീസിനൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് അഴിച്ചിട്ട് കൂടുതൽ ലീക്കേജ് അപ്പോൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് മാറ്റിക്കളയാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്, ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ചിട്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ കുഴപ്പമില്ല, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. കാരണം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാറ്റണ്ട, ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത്, ഇവിടെ വരുന്ന ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഓയിൽ ലീക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൈയോടെ തന്നെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിടാം. പിന്നെ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അങ്ങനെ യൂണിറ്റാണത്. നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ ആയാലും പെർഫോമൻസും വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. വേറെ പ്രോബ്ലം കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ക്ലച്ച് വൈബ്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് പിടിക്കുന്നില്ല ക്ലച്ച്. അപ്പോൾ അതൊന്ന് ക്ലച്ചൊന്ന് പോളിഷ് ചെയ്ത് തരാം. ഇവിടെ കണ്ട ഇതൊക്കെ അവിടെ കയറി പിടിക്കുന്ന സമയത്താണ് ആ ഒരു ജർക്കിംഗ് വിത്ത് വൈബ്രേഷൻ കാണിക്കാതെ ഇവിടെ. അപ്പോൾ ക്ലച്ച് ഈ ഔട്ടർ യൂണിറ്റ് ഒന്ന് ലേറ്റി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കിട്ടും. അതിനുശേഷം നമ്മളതിൻ്റെ ക്ലച്ച് ഫുൾ ബാക്കിലത്തെ പുള്ളി പോലെ വന്ന ഭാഗം അഴിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. അത് നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ കൂട്ടത്തിക്കടെ നമുക്ക് അതിൻ്റെ 3 റോളർ വിത്ത് പിന്നെ ഐറ്റം വന്നുണ്ട്. നോർമൽ ആ തേമാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈയോടെ അത് മാറ്റിയിട്ട് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വരുമ്പോൾ ഈ സൈഡിൽ വന്ന ഈ ഓയിൽ സീൽ, അതിൻ്റെ ഉള്ളിൽ വന്ന ഈ ഓറിങ് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗ്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയ യൂണിറ്റിൻ്റെ അതേ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. കൂട്ടത്തിക്കടെ ക്ലച്ച് ഷൂ അഴിച്ചിട്ട് അതിൻ്റെ പിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ കൂട്ടത്തിക്കടെ അത് ക്ലിയർ ചെയ്തു കേട്ടോ. അപ്പോൾ ആ ജർക്കിങ്ങിൻ്റെ കേസ് ഒരു പരിധി വരെ നമുക്കത് സോൾവ് ആയിക്കോളും. പിന്നെ ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ലച്ച് വർക്ക് ചെയ്തിട്ട് ബെൽറ്റിൻ്റെയും അതേപോലെ തന്നെ ക്ലച്ച് ഷൂ തേമാനം വരുമ്പോൾ സംഭവിക്കുന്ന പൊടിയൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണുണ്ട്. ബെൽറ്റ് വലിയ പഴക്കമൊന്നും ഇല്ലാത്ത ബെൽറ്റാണ്. പക്ഷേ കമ്പനി ബെൽറ്റല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്. പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. തൽക്കാലം ബെൽറ്റ് നമുക്ക് തന്നെ ഇടന്നേ മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിശ്വസിച്ചൊരു വഴിക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ വേരിയേഷനാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. ഐസൊലേറ്റർ കേബിൾ നിലവിൽ ചെക്കപ്പ് പറഞ്ഞാണ്, പക്ഷേ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നണില്ല. പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് കട്ട് ഓഫായ രീതിയിൽ വണ്ടി ഓഫായി പോകുന്ന രീതിയിൽ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ വേറൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓടിക്കുമ്പോൾ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കാർബറേറ്റർ യൂണിറ്റൊക്കെ തന്നെ ഇരിക്കുന്നത് പുതിയതാണ്. നമുക്ക് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാര്യം വന്നതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റി വെച്ചായിരുന്നു. തൽക്കാലം വേറെ ഓടിച്ചു നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഷോക്ക് അബ്സറിൻ്റെ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അത് അത്യാവശ്യം ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിള് ഒരെണ്ണം ഔട്ടർ വലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഈ തവണ അങ്ങനെ സെറ്റ് ചെയ്തിടാം. അടുത്ത സർവീസിലൊക്കെ നമുക്ക് ഒരു വർഷം മാറ്റേണ്ടി വന്നേക്കൂട്ടോ. പിന്നെയുള്ളതാണ് ഞാൻ ആ ഫ്രണ്ട് ടയറിൻ്റെ കേസ് പറഞ്ഞു. ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥയും ഇതാണ്, വളരെ മോശം അവസ്ഥയിലാണ്. ഒട്ടും ഗ്രിപ്പില്ല. അപ്പോൾ അതിൻ്റെയാണ് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി പാളി പോണതിൻ്റെ കേസും വെട്ടൽ കാണിക്കുന്നതും അതിൻ്റെയാണ്. ബാക്ക് ടയറും തീരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പ്രോബ്ലം വന്നത്. അപ്പോൾ ടയർ രണ്ടും അതിനകത്ത് ഉൾപ്പെടുത്താം.
എസ്റ്റിമേറ്റിൽ ഞാൻ പെടുത്തിയേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. റിപ്ലൈ കിട്ടിയാലാണ് അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. ഡാമേജുള്ള പാർട്സുകളുടെ ലിസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2022 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കംപ്ലൈൻസ് എന്തെങ്കിലും കൃത്യമായിട്ട് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഇത് നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗ് എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് നമുക്ക് ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. മിസ്സിങ്ങോ സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലൊക്കെ എയർ ഫിൽറ്റർ മാറ്റും, ആ കൂട്ടത്തിൽ മാറ്റിയാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റിയിട്ടുണ്ട്. അതൊരു ഫോം ടൈപ്പാണ്, അത്യാവശ്യം പഴക്കം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അതിനകത്ത് നമുക്ക് ഫ്രണ്ട് 2 ടയറുകൾ മെയിനായിട്ട് പ്രോബ്ലം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റേണ്ടി വരുന്നുണ്ട്. പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റാനുണ്ട്. അതൊക്കെയാണ്. പിന്നെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ മാറാനുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻസുകളായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടും. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം.